ഇന്ന് നമ്മൾ നോക്കുന്നത് ഡീമൺ സ്ലെയർ എന്ന ജാപ്പനീസ് അനിമി ടി.വി. സീരീസിന്റെ സീസൺ 2 10ാമത്തെ എപ്പിസോഡാണ്. സോ ഗായ്സ്, ഒട്ടും സമയങ്ങളാതെ നമുക്ക് നേരെ മൂവിയിലോട്ട് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഇനോസ്കി ഹാർട്ടിൽ കുത്തേറ്റ് അവിടെ കിടക്കുന്നു. ടെൻഗനാണെങ്കിൽ ചോരയിൽ കുളിച്ച് താഴെയും കിടക്കുന്നു. എന്നാൽ സെനിറ്റ്സോ ടാൻജറോയെ മാറി നിൽക്കെന്നും പറഞ്ഞ് അവിടെ നിന്ന് തള്ളി താഴെ ഇടുന്നു. ടാൻജറോ താഴോട്ട് വീണുകൊണ്ടിരിക്കുന്നു. ടാൻജറോ പറയുന്നുണ്ട്, ഇതെല്ലാം എന്റെ തെറ്റാണ്. ടെൻഗനെ ഞാൻ ഒരിക്കലും തനിച്ചാക്കി വരാൻ പാടില്ലായിരുന്നു. എന്നെ കൊണ്ട് ആരെയും രക്ഷിക്കാൻ സാധിച്ചില്ല. എല്ലാം തന്നെ എന്റെ തെറ്റാണ്. ഞാനൊരു ഭീരുവാണ്. എന്നോട് ക്ഷമിക്ക് നിസ്കോ എന്നും പറഞ്ഞുകൊണ്ട് ടാൻജറോ താഴോട്ട് വീഴുന്നു. ടാൻജറോയുടെ ബോധം പോകുന്നു. പിന്നീട് ബ്രദർ, ഹേയ് ബ്രദർ ബ്രദർ എന്ന് വിളിക്കുന്നത് കേൾക്കുന്നു. നോക്കുന്ന സമയത്ത് ടാൻജറോ അവിടെ നിൽക്കുന്നു. ടാൻജറോയുടെ മുമ്പിൽ ഇപ്പോൾ നിസുക്കോ ഉണ്ട്. നിസുക്കോ പറയുന്നുണ്ട് ടാൻജറോയോട്, നീ എന്തിനാണ് എല്ലാവരോടും ഇങ്ങനെ സോറി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ വളരെയധികം പാവപ്പെട്ടവരായോണ്ട് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള തുണിയൊന്നും നമുക്ക് വാങ്ങാൻ വേണ്ടി പറ്റില്ല. അതിന് നീ എന്തിനാ സോറി ചോദിക്കുന്നത്? അച്ഛൻ ആരോഗ്യം വളരെയധികം മോശമായിട്ട് മരിച്ചത് കൊണ്ട് നീ എന്തിനാ ഞങ്ങളോട് സോറി ചോദിക്കുന്നത്? എല്ലാത്തിനും നീ എല്ലാവരോടും സോറി ചോദിക്കേണ്ട കാര്യമുണ്ടോ? നമ്മളും മനുഷ്യരാണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് ഈ ലോകത്ത്. പക്ഷേ നമ്മുടെ മുമ്പിൽ ഈ ലോകം മൊത്തം നമുക്ക് നേരെ തിരിഞ്ഞാലും നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല. അവർക്ക് കാണിച്ചു കൊടുക്കണം നമ്മുടെ കഴിവ് എന്താണെന്ന്, നമ്മുടെ പവർ എന്താണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം. ഒരിക്കലും വിട്ടുകൊടുക്കല്ലേ എന്നും പറഞ്ഞ് ടാൻജറോട് പറയുന്നു. ടാൻജറ കണ്ണു തുറന്നു നോക്കുവാണ്. നോക്കുന്ന സമയത്ത് ടാൻജറോക്ക് ഇപ്പോൾ ബോധം വന്നിട്ടുണ്ട്. ടാൻജറ വിചാരിക്കുന്നു, ഇത് യഥാർത്ഥത്തിൽ നടന്നൊരു കാര്യമാണോ അതോ എന്റെ സ്വപ്നമാണോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ടാൻജറോ. ഇതേ സമയം തന്നെ ബാക്കിയുള്ളവരൊക്കെ എവിടെയാണെന്ന് പറഞ്ഞ് ടാൻജറ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന സമയത്ത് ആ സ്ഥലം വളരെയധികം ഇല്ലാണ്ടായിട്ടുണ്ട്. മൊത്തത്തിൽ കത്തിക്കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിസുക്കോ എവിടെയാണെന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നിസുക്കോ സേഫ് ആയിട്ട് തന്നെ തന്റെ പെട്ടിയിൽ ഇരിക്കുന്നുണ്ട്. നിനക്ക് ഒന്നും തന്നെ പറ്റിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ടാൻജറോ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവന്റെ മുമ്പിൽ ആ ഡീമൺ നിൽക്കുന്നു. നീ ഇനിയും മരിച്ചില്ലേ എന്ന് പറഞ്ഞുകൊണ്ട്, നീ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നീ തീർച്ചയായിട്ടും ഒരു ലക്കി ഗായ് ആണ്. പക്ഷേ നീ ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നത് കൊണ്ട് നീ വളരെയധികം പേടിക്കേണ്ടിയിരിക്കുന്നു. നീ ഒരുപാടധികം കഷ്ടപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം ആ പന്നി തലയൻ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. പിന്നെ ആ മഞ്ഞക്കുട്ടി, അവനാണെങ്കിൽ ആ ബിൽഡിംഗ് എല്ലാം പൊളിഞ്ഞ് അതിന്റെ അടിയിൽ കിടക്കുവാണ്. വൈകാതെ അവനും മരിച്ചു പോകും. പിന്നെ നിന്റെയൊക്കെ ഹാഷിറ, അവരാണെങ്കിൽ ഒരു കയ്യും ഇല്ലാതായി ശരീരത്തിൽ മുഴുവൻ പോയിസൺ ആയിട്ട് ഇപ്പൊ അത് അവിടെ മരിച്ചു കിടക്കുന്നു. നിന്നെ രക്ഷിക്കാൻ ഇനി ആരെ കൊണ്ട് സാധിക്കില്ല. വൈകാതെ തന്നെ നീയോ അവരുടെ അടുത്തോട്ട് തന്നെ പോവും. അങ്ങ് പരലോകത്ത് നിന്റെയൊക്കെ അവസ്ഥ ആലോചിച്ച് എനിക്ക് ചിരിയാണെന്ന് വരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കാൻ ആ ഡീമൺ. പിന്നീട് ഡീമൺ ചോദിക്കുന്നു, നിന്റെ പുറകിലുള്ള ആ പെട്ടിയിലുള്ളത് നിന്റെ സിസ്റ്റർ ആണല്ലേ? അതൊരു ഡീമൺ ആണല്ലേ? അവളെ കണ്ടാൽ തന്നെ അറിയാം നിന്റെ സിസ്റ്റർ ആണെന്ന്. നിനക്ക് നിന്റെ സിസ്റ്ററെ പോലും ഒന്ന് രക്ഷിക്കാൻ പോലും പറ്റിയില്ലല്ലോടാ എന്ന് പറഞ്ഞിട്ട് ടാൻജറോയോട് പറയാണ് ആ ഡീമൺ. ഇത് കേട്ട് ടാൻജറോക്ക് തന്റെ വാളെടുത്ത് ആ ഡീമന്റെ തല വെട്ടണമെന്നുണ്ട്. പക്ഷെ അവന്റെ കൈ പൊന്തുന്നില്ല. ആ വാൾ അവന് പിടിക്കാൻ പോലും പറ്റുന്നില്ല. വേറെ വഴിയില്ലാത്തോണ്ട് ടാൻജറോ പറയാണ്, അതെ അതെന്റെ സിസ്റ്റർ ആണ്. ഇത് കേട്ട ആ ഡീമൺ ചിരിച്ചുകൊണ്ട്, നിന്റെ സിസ്റ്ററെ പോലും നിനക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ, നീ അത്രയ്ക്കും വീക്കാണോ? എന്തായാലും നീ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് നീ നിന്റെ സിസ്റ്ററെ വളരെയധികം വീക്കായിരിക്കും. അതുകൊണ്ടാണല്ലോ നീ നിന്റെ സിസ്റ്ററെ എല്ലാ ഫൈറ്റിന്റെ ഇടയിലൊക്കെ കൊണ്ടുവന്ന് അവളെ കൊണ്ട് എല്ലാവരെയും ഫൈറ്റ് ചെയ്യിപ്പിച്ച് നീ മാറി നിൽക്കുന്നത്. നീ തീർച്ചയായിട്ടും ഒരു ഭീരുവാണ്. അവളെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് വെച്ചാ നീ മരിച്ചോ എന്നുള്ള പേടിയാണോ നിനക്കെന്ന് പറഞ്ഞിട്ട് ആ ഡീമൺ ടാൻജറോടെ രണ്ടുപേരെല്ലാം അങ്ങ് ഓടിക്കുന്നു. ടാൻജറോ വേദന കൊണ്ട് അവിടെ ഒച്ച വെച്ചുകൊണ്ടിരിക്കുന്നു. അത് കേട്ട് ആ ഡീമൺ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. നീ മാത്രമേ ഇപ്പൊ ഇവിടെ ജീവിച്ചിരിക്കുന്നുള്ളൂ. നിന്നെ കൊന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിന്റെ സിസ്റ്ററെയും ഞാൻ കൊല്ലാൻ പോവാണ്. നിന്റെ സിസ്റ്ററെ പോലും നിനക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഏയ് മണ്ട, നീ ഒന്ന് ആലോചിച്ചു. നിന്റെ സിസ്റ്ററെ പോലും നിനക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? നീ വലിയൊരു ഭീരുവാണല്ലോ എന്ന് പറഞ്ഞ് ടാൻജറോയുടെ തലയിൽ മുട്ടിക്കൊണ്ടിരിക്കുന്നു. ടാൻജറോയോട് ആ ഡീമൺ പറയുന്നു, നിനക്കിപ്പോ എന്റെ തല വെട്ടണമെന്ന് ആഗ്രഹമുണ്ടല്ലേ? എന്നാൽ നീ നിന്റെ കത്തിയെടുത്ത് എന്റെ തല വെട്ടടാ, വെട്ട് 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 എന്നാ വെട്ടിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ടാൻജറോയുടെ മുമ്പിൽ ആ ഡീമൺ പറയുന്നു. ടാൻജറോക്ക് അതിനെ സാധിക്കുന്നില്ല. ടാൻജറോ അവിടെ നിന്ന് നിസ്കോടെ പെട്ടിയെടുത്ത് ഓടുവാണ് ഒരു ഭീരുവിനെ പോലെ. എന്റെ മുമ്പിൽ വന്ന എല്ലാ ഡീമൺ സ്ലേയേഴ്സും ഇതുപോലെ തന്നെയാണ് ഓടിയിട്ടുള്ളത്. എന്നാൽ ആരെയും ഞാൻ വെറുതെ വിട്ടിട്ടില്ലെന്ന് പറഞ്ഞ് ആ ഡീമൺ ഓടിപ്പോയി ടാൻജറോയെ ഒറ്റ അടി അങ്ങ് അടിക്കുന്നു. ടാൻജറോ തെറിച്ചു പോയി ഒരു വീട് പൊളിഞ്ഞു കിടക്കുന്നതിന്റെ അടുത്ത് പോയി വീഴുന്നു. പക്ഷേ വീണ്ടും ആ ഡീമൺ ടാൻജറോയുടെ അടുത്തോട്ട് വരുന്നത് കണ്ട ടാൻജറോ നെസ്കോടെ പെട്ടിയെടുത്ത് അവിടെ നിന്നും വീണ്ടും ഓടുന്നു. ആ ഡീമൺ പറയുന്നു, ഞാൻ ഇതുവരെ കണ്ട ഡീമൺ സ്ലേയേഴ്സിനേക്കാൾ വലിയൊരു മണ്ടനാണ് നീ, വലിയൊരു ഭീരുവാണ് നീ, നീ പേടിച്ച് ഓടുവാണോടാ, അവിടെ നിൽക്കടാ എന്ന് പറയുന്നു. ടാൻജറോ അവിടെ താഴെ വീഴുന്നു. ഇതേ സമയം ടാൻജറോ അവന്റെ കൈ കിട്ടിയ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എടുത്ത് ആ ഡീമണെ എറിയുവാണ്. അങ്ങനെയെങ്കിലും ഡീമൺ എന്തെങ്കിലും പരിക്ക് പറ്റിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം. ടാൻജറോടെ ഓടി വന്ന ആ ഡീമൺ ഒരടി അടിക്കുന്നു. ടാൻജറോ അവിടെ താഴെ വീഴുന്നു. നീ വെറും ഒരു ഭീരുവായോണ്ടാണോ എനിക്ക് നിന്നെ ഇഷ്ടപ്പെടാത്തത്, അതോ നിന്റെ ഈ തലയിലുള്ള ഈ തഴമ്പ് കണ്ടിട്ടാണോ എനിക്ക് നിന്നെ ഇഷ്ടപ്പെടാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാ ഡീമൺ പറയുന്നു. നിനക്ക് ഞാൻ നല്ലൊരു ഐഡിയ പറഞ്ഞു തരട്ടെ? നീയും നിന്റെ സിസ്റ്ററെ പോലെ ഒരു ഡീമൺ ആയിട്ട് മാറ്. എന്നാൽ നിനക്കും നിന്റെ സിസ്റ്ററിനും ജീവിതകാലം മൊത്തം ഈ ലോകത്ത് നിൽക്കാം. നീ മരിക്കുന്നത് വരെ ഏതെങ്കിലും ഡീമൺ സ്ലേയേഴ്സ് ഹാഷ്റാസ് നിന്നെ കൊല്ലുന്നത് വരെ സന്തോഷമായിട്ട് നിന്റെ സിസ്റ്ററിന്റെ കൂടെ നിൽക്കാം
ചെയ്യാമെന്ന് ടാൻജിറോയോട് പറയുന്നു. ടാൻജിറോ അത് ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഇതേ സമയം തന്നെ ഡാക്കി പറയുന്നുണ്ട്, അതൊന്നും വേണ്ട ചേട്ടാ, എനിക്ക് അവനെ ഇഷ്ടമല്ല, അവൻ ഇപ്പൊ തന്നെ കൊന്നു കളഞ്ഞേക്ക്. ഇതേ സമയം ആ ഡീമൺ ടാൻജിറോയോട് ചോദിക്കുന്നു, നിനക്കൊരു ഡീമൺ ആവാൻ താല്പര്യമുണ്ടോ? ഇത് കേട്ട് ടാൻജിറോ ഒന്നും തന്നെ മിണ്ടാണ്ടിരിക്കുന്നു. ആ ഡീമൺ വീണ്ടും പറയുന്നു, എന്ത് പറ്റിയടാ, നിനക്ക് നിന്നെ തന്നെ ഓർത്ത് അറപ്പ് തോന്നുന്നുണ്ടോ? ഒരു മനുഷ്യന്റെ അവസ്ഥ ആലോചിച്ച് നിനക്ക് അറപ്പ് തോന്നുന്നുണ്ടോ എന്ന് ടാൻജിറോയോട് ചോദിക്കുന്നു. നീ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ സിസ്റ്ററിന് ആരുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നീ പേടിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനെപ്പറ്റി നീ യാതൊരു പേടിയും പേടിക്കണ്ട. നിന്റെ സിസ്റ്ററെയും നിന്നെയും ഞാൻ ഒരുമിച്ചാണ് കൊല്ലാൻ പോകുന്നതെന്ന് ടാൻജിറോയോട് പറയുന്നു. ഇത് കേട്ട് ടാൻജിറോ, ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ കാത്തിരുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ടാൻജിറോ തന്റെ തല ഉപയോഗിച്ച് ആ ഡീമന്റെ തലക്കിട്ട് ഒരു അടി കൊടുക്കുന്നു. ആ ഡീമൻ തെറിച്ചു പോകുന്നു. ഇതൊന്നും എന്നെ ഒന്നും ചെയ്യില്ലെന്ന് ആ ഡീമൻ പറയുന്നുണ്ടെങ്കിലും ആ ഡീമൻക്ക് തന്റെ ബോധം പോകുന്നത് പോലെ തോന്നുന്നു. ടാൻജിറോടെ തൊട്ടടുത്തെത്താൻ വേണ്ടി ടാൻജിറോ ഇതുവരെ ക്ഷമിച്ചിരിക്കുകയായിരുന്നു. ആ ഡീമൺ ടാൻജിറോടെ എടുത്തെത്തിയ സമയത്ത് ടാൻജിറോ ആ ഡീമന്റെ തലക്കിട്ട് കൊട്ടി. ഇവൻ ചെറുതായിട്ട് എന്റെ തലയ്ക്കൊരു ഇടിയല്ലേ ഇടിച്ചുള്ളൂ, എനിക്ക് എന്തുകൊണ്ട് ബോധം പോകുന്ന പോലെ തോന്നുന്നു എന്ന് പറഞ്ഞ് ആ ഡീമൺ കാലിലോട്ട് നോക്കുന്ന സമയത്താണ് വിസ്റ്റീരിയ പൂവിന്റെ കോട്ടിംഗ് ഉള്ള ആ കുണായി വെച്ച് ആ ഡീമന്റെ കാലിൽ കുത്തിയിരിക്കുന്നു ടാൻജിറോ. ആ ഡീമൺ ചിന്തിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഇവൻ എന്നെ പേടിച്ചിട്ടല്ല ഓടിയിട്ടുണ്ടായിരുന്നത്, വിസ്റ്റീരിയയുടെ ഈ കുനായി തെരഞ്ഞുകൊണ്ടായിരുന്നു അവൻ ഓടിയിട്ടുണ്ടായിരുന്നത്. വിസ്റ്റീരിയ പൂവിന്റെ സ്മെല്ല് എനിക്ക് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ എന്റെ മേത്തോട്ട് ഓരോ ചെറിയ സാധനങ്ങളൊക്കെ എടുത്ത് എറിഞ്ഞുകൊണ്ടിരുന്നത്, എന്നെ അതിൽ നിന്നും ഡിസ്ട്രാക്ട് ചെയ്യാൻ. നിന്നെ കൊണ്ട് ഇത് എങ്ങനെ സാധിക്കുന്നു? നീ ഒറ്റയ്ക്കാണ്, നീ ചാവാൻ പോവാണ്, എന്നിട്ടും നീ എങ്ങനെ ഇതിൽ നിന്ന് പിടിച്ചു നിൽക്കുന്നു? നിന്നെ കൊണ്ട് ഇത് എങ്ങനെ സാധിക്കുന്നു എന്ന് പറഞ്ഞ് ടാൻജിറോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഡീമൻ. ഇതേ സമയം ടാൻജിറോ തന്റെ കട്ടാന യൂസ് ചെയ്ത് ഹിനോഗാമി കാഗ്ര യൂസ് ചെയ്ത് ആ ഡീമന്റെ തല വെട്ടാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. ഇതേ സമയം ഫുൾ ഇരുട്ടത്ത് ഹേയ് ബ്രദർ എന്നും പറഞ്ഞുകൊണ്ട് ടാൻജിറോയെ നിസുക്കോ വിളിക്കുന്നത് പോലെ ടാൻജിറോക്ക് തോന്നുന്നു. നോക്കുന്ന സമയത്ത് അത് ടാൻജിറോയെ നിസുക്കോ വിളിക്കുന്നതായിരുന്നില്ല, ആ ഡീമണെ തൻ്റെ സിസ്റ്റർ വിളിക്കുന്നതായിരുന്നു. ഹേയ് ബ്രദർ എന്നും പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഡാക്കി. ഇതേ സമയം ടാൻജിറോ ചിന്തിക്കുന്നു, എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡീമന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു ഇരിക്കേണ്ടിയിരുന്നത്. ഈ ബ്രദർ എന്ന് പറഞ്ഞ് വിളിച്ച് കരഞ്ഞത് ഒരു പക്ഷേ നിസുക്കോ ആയിരിക്കും. പക്ഷെ അങ്ങനെയൊന്നും നടന്നില്ല. അവർ ഡീമൺസ് ആണ്, അവർ തെറ്റ് ചെയ്തു. ഇവൻ എന്നോട് ഡീമൺ ആവാൻ പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ ഡീമൺ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ദിവസം ഒരു ഹാഷറയോ ഒരു ഡീമൺ സ്ലെയറോ എന്നെ കൊന്നിട്ടുണ്ടാവും. ഞാനിപ്പോൾ ചെയ്യുന്നത് തന്നെയാണ് ശരിയെന്ന് പറഞ്ഞ് ടാൻജിറോ ആ ഡീമന്റെ തല വെട്ടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ടാൻജിറോയുടെ ഷോൾഡർ ഓൾറെഡി മുറിഞ്ഞിട്ടുണ്ട്, അവന്റെ 2 വിരലും ഒടിഞ്ഞിട്ടുണ്ട്. അവനെ കൊണ്ട് കട്ടാന നല്ല യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അവൻ അവന്റെ ഫുൾ ശക്തി ഉപയോഗിച്ച് ആ ഡീമന്റെ തല വെട്ടാൻ ശ്രമിക്കുന്നു. ഇതേ സമയം ഡാക്കി വെറുതെ ഇരിക്കുകയോ, അവളും ടാൻജിറോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവളെ ബ്ലഡ് ഡീമൺ ആർട്ട് യൂസ് ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം ആ പൊളിഞ്ഞു കിടക്കുന്ന ബിൽഡിങ്ങിന്റെ അടിയിൽ നിന്നും ഒരു ഇടിമുഴക്കത്തിന്റെ ശബ്ദം. നോക്കുന്ന സമയത്ത് അത് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ സെനിറ്റ്സോ ആയിരുന്നു. അവന്റെ തണ്ടർ ബ്രീത്തിങ് യൂസ് ചെയ്ത് ആ ഡീമൺ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി സെനിറ്റ്സോ പോകുന്നു. നിന്റെ തണ്ടറിന്റെ സ്പീഡ് എത്രത്തോളം ആണെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാം, അതുകൊണ്ട് നിന്നെ കൊണ്ടൊന്നും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഡാക്കി സെനിറ്റ്സോനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ സെനിറ്റ്സോ ആരാമോൻ വെറുതെ ഇരിക്കുവോ? നമ്മുടെ സെക്കൻഡിലെ തണ്ടർ ബ്രീത്തിങ് ഗോഡ് സ്പീഡ് എന്ന് പറഞ്ഞ് തണ്ടർ ബ്രീത്തിങ്ങിന് വളരെ പവർഫുൾ ആയിട്ടുള്ള ഫോം യൂസ് ചെയ്യാണ്. എന്നാൽ ഈ ഫോം യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സെനിറ്റ്സോടെ 2 കാലും തളർന്നു പോകും. അങ്ങനെ സെനിറ്റ്സോ ആ ഡീമണെ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. തന്റെ കട്ടാണി യൂസ് ചെയ്ത് ആ ഡീമന്റെ കഴുത്ത് വെട്ടാൻ വേണ്ടി നിൽക്കുന്നു. സെനിറ്റ്സോ മനസ്സിൽ വിചാരിക്കുന്നു, ഈ തണ്ടർ ബ്രീത്തിങ് ഗോഡ് സ്പീഡ് എന്നെ കൊണ്ട് ഒരു 2 തവണ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓൾറെഡി ഒരു തവണ ഞാൻ യൂസ് ചെയ്തു ആ പൊളിഞ്ഞു കിടക്കുന്ന ബിൽഡിങ്ങിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി. ഇനി ഇത് യൂസ് ചെയ്താൽ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ മില്യൺ ചാൻസിൽ ഒരേ ഒരു ചാൻസ് ആണ് ഇപ്പൊ നമ്മുടെ ടാൻജിറോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഡീമന്റെ തല വെട്ടിയേ പറ്റുള്ളൂ. ഇതാണ് എല്ലാത്തിനും അവസാനം എന്ന് പറഞ്ഞ് സെനിറ്റ്സോ ആ ഡീമണെ കൊണ്ട് വളരെ ഫാസ്റ്റിൽ തന്നെ പോകുന്നു. സെനിറ്റ്സോടെ ശരീരത്തിലുണ്ടായിരുന്ന മുറിവിൽ നിന്നൊക്കെ ഒരുപാടധികം ബ്ലഡ് ഒക്കെ തെറിക്കുന്നുണ്ട് അവന്റെ ആ വേഗത കാരണം. ഇതേ സമയം തന്നെ ആ ഡീമൺ തന്റെ കാലിലുണ്ടായിരുന്ന കുണായി എടുക്കുന്നുണ്ട്. തന്റെ ബ്ലഡ് ഡീമൺ ആറ്റ് യൂസ് ചെയ്തിട്ട് ടാൻജിറോയെ അറ്റാക്ക് ചെയ്യാനും ശ്രമിക്കുന്നു. ടാൻജിറോ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ട്. ടാൻജിറോ പറയുന്നുണ്ട്, എനിക്ക് കിട്ടിയ ഒരു ചാൻസ് ഞാൻ മിസ് ചെയ്തു, പക്ഷെ ഒരിക്കലും ഞാൻ വിട്ടുകൊടുക്കില്ല. മരിക്കുകയാണെങ്കിൽ ഇവനെ കൊന്നിട്ടേ മരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ടാൻജിറോ അവനെ വളരെ ഫാസ്റ്റിൽ തന്നെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ടാൻജിറോക്ക് എത്ര നോക്കിയിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ടാൻജിറോയെ ആ ഡീമൺ ഇപ്പൊ കൊല്ലുവിടാന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് പുറകിൽ നിന്നും നമ്മുടെ ടെൻഗനൂസി തന്റെ ഒരു കൈ യൂസ് ചെയ്ത് ടാൻജിറോയെ രക്ഷിക്കുന്നു. ആ ഡീമണെ അറ്റാക്ക് ചെയ്യുന്നു. ആ ഡീമൺ ചിന്തിക്കുന്നു, ഇവന്റെ മസിൽസ് എല്ലാം യൂസ് ചെയ്ത് ഇവന്റെ ഹാർട്ടിനെ തന്നെ പിടിച്ചു നിർത്തിയിരിക്കുകയാണോ? ഇവനക്കൊരിക്കലും ഹാർട്ട് ബീറ്റ് ഇല്ലേ? ഇവൻ മരിക്കില്ലേ എന്നും പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്നു. എന്നാൽ ടെൻഗൻ വളരെയധികം കലിപ്പിലാണ് ഇരിക്കുന്നത്. മരിക്കുകയാണെങ്കിൽ ഇവനെ കൊന്നിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞുള്ള കലിപ്പില്. അതുകൊണ്ട് തന്നെ അവൻ ഇപ്പോൾ വളരെയധികം പവർഫുൾ ആണ്. ടെൻഗൻ ആ ഡീമൺ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു.
അങ്ങനെ തൻ്റെ സൗണ്ട് ബ്രീത്തിങ് യൂസ് ചെയ്ത് ആ ഡീമൻ്റെ ബ്ലഡ് ഡീമൻ ആയിട്ട് വരുന്ന ആ ലൊക്കേഷൻ മനസ്സിലാക്കി അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി അതൊരു മ്യൂസിക് പോലെ ഒരു പാട്ടൊക്കെ പാടി വളരെ കൂളായിട്ടാണ് ടൺഗൺ ആ ഡീമൻ്റെ അടുത്തോട്ട് ഓടിച്ചെല്ലുന്നത്. ഇവർക്കെല്ലാവർക്കും ഒരുപാടധികം ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, ഈ ഹാഷറയ്ക്ക് ഒരു കൈ പോലും ഇല്ല. അതുകൊണ്ട് എത്ര നേരം ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ആ ഡീമൺ ടൺഗനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ടൺഗൺ വിട്ടുകൊടുക്കോ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ആ ഡീമണുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ഒറ്റ സീൻ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ഒന്ന് കയറി നോക്കുക. പിന്നീട് നമ്മുടെ ടാൻജറോ ടൺഗനെ പറ്റി ആലോചിക്കുന്നു. ടൺഗന്റെ ശരീരത്തിൽ ഒരുപാടധികം പോയിസൺ കയറിയിട്ടുണ്ട്. എത്ര നേരം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? ഇനിയും ഞാൻ ഒരു ഭീരുവായിട്ട് ഇവിടെ നിൽക്കരുത്, ഇത് നോക്കിക്കൊണ്ട് നിൽക്കരുത്, എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ടാൻജറയും വളരെ ഫാസ്റ്റിൽ തന്നെ ആ ഡീമണെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. എന്നാൽ ഇതേ സമയം തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടൺഗൻ. പക്ഷേ ടൺഗന്റെ മോന്തക്കിട്ട് തന്നെ ആ ഡീമൺ കുത്തുന്നുണ്ട്. ടൺഗന്റെ മുഖത്തിൽ നിന്നും ബ്ലഡ് ഒക്കെ വരുന്നുണ്ട്. എന്നാൽ ഇത് നോക്കാതെ ടാൻജറോ പുറകിൽ നിന്ന് ഓടി വരികയാണ് ആ ഡീമണെ അറ്റാക്ക് ചെയ്യാൻ. പക്ഷെ ആ ഡീമന്റെ വെപ്പൺ യൂസ് ചെയ്ത് ടാൻജറോടെ താടിക്കിട്ടിട്ടും കുത്തുന്നുണ്ട്. തന്റെ താടിയിലൂടെ ആ കത്തി ആഴ്ന്നിറങ്ങുവാണ്. തീർച്ചയായിട്ടും നിന്റെ ശരീരത്തിൽ പെട്ടെന്ന് തന്നെ പോയിസൺ കയറും, അതുകൊണ്ട് നീ പെട്ടെന്ന് തന്നെ മരിക്കും, നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ആ ഡീമൺ ടാൻജറോയെ നോക്കി പറയുന്നു. എന്നാൽ ടാൻജറോ വിട്ടുകൊടുക്കുവോ? ഞാൻ ചാവുന്നത് വരെ പോരാടൂടാന്ന് പറഞ്ഞ് ടാൻജറോ തന്റെ കട്ടാന യൂസ് ചെയ്ത് ആ ഡീമന്റെ തല വെട്ടാൻ ശ്രമിക്കുന്നു. ആ ഡീമൺ പറയുന്നു, നീ ഒരിക്കലും തോറ്റു തരില്ലേ, ജീവൻ വേണമെങ്കിൽ നിനക്ക് തോറ്റു തന്ന മതിയായിരുന്നു എന്ന് ആ ഡീമൺ പറയുന്നു. ഇതിനെ കൊല്ലണമെങ്കിൽ എന്റെ ശരീരത്തിലെ മുഴുവൻ പവേഴ്സും പുറത്തു കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ടാൻജറോ ചിന്തിക്കുന്നുണ്ട്. ടാൻജറോ തന്റെ ശരീരത്തിലെ മുഴുവൻ പവേഴ്സും പുറത്തു കൊണ്ടുവരുന്നു. ടാൻജറോ ഒക്കെ തന്റെ നെറ്റിയിലുണ്ടായിരുന്ന തഴമ്പിന്റെ ഡിസൈൻ മാറുന്നുണ്ട്, തന്റെ ഹെയറിന്റെ കളർ മാറുന്നുണ്ട്. ടാൻജറോ വളരെയധികം പവർഫുൾ ആയി മാറിയിരിക്കുന്നു. ടാൻജറോ ആ ഡീമന്റെ കഴുത്ത് ഇപ്പൊ വിട്ടുകൂടാന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്ത് ആ ഡീമൺ ചിന്തിക്കുവാണ്, നീ എന്റെ തല വെട്ടിയാലും ഒരിക്കലും ഞാൻ മരിക്കാൻ പോകുന്നില്ല, കാരണം എന്റെ സിസ്റ്റർ അപ്പുറത്ത് ജീവനോടെ ഉണ്ട്, അവളെ ആർക്കും കൊല്ലാൻ സാധിക്കില്ലെന്ന് പറയുന്നു. എന്നാൽ ഇതേ സമയം തന്നെ ജെനിറ്റ്സോ ആ ഡീമണയും കൊണ്ട് വളരെ സ്പീഡിൽ അവിടെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജെനിറ്റ്സോ പറയുന്നുണ്ട്, എനിക്ക് അധികം നേരത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, എന്റെ പവേഴ്സ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് എത്ര നേരം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്നു. എന്നാൽ ഡീമൺ, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ കൊല്ലാൻ നോക്കൂടാന്ന് പറഞ്ഞ് ആ ഡാക്കി ജെനിറ്റ്സോനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും ആ ഡാക്കിയുടെ ബെൽറ്റ് എല്ലാം വെട്ടിക്കൊണ്ട് അങ്ങോട്ടൊരാൾ വരുന്നു. വേറെ ആരുമല്ല, മരിച്ചു കിടന്നിരുന്ന നമ്മുടെ ഇനോസ്കി ഇപ്പതോ തിരിച്ച് ജീവിതത്തിലോട്ട് വന്നിരിക്കുന്നു. ഇനോസ്കി പറയുന്നുണ്ട്, ലോർഡ് ഇനോസ്കി വന്നടാ, എന്റെ ശരീരത്തിൽ മാത്രമേ നിനക്ക് പോയിസൺ കയറ്റാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവന്റെ 2 വാൾ യൂസ് ചെയ്ത് ജെനിറ്റ്സോന്റെയും വാൾ യൂസ് ചെയ്ത് ആ ഡീമന്റെ കഴുത്ത് വെട്ടാൻ ശ്രമിക്കുന്നു. ഇതേ സമയം തന്നെ ടാൻജറോ ആ ബ്രദർ ഡീമന്റെ കഴുത്തും വെട്ടാൻ ശ്രമിക്കുന്നു. അങ്ങനെ 3 പേരും ഒരേ സമയത്ത് തന്നെ ആ ഡീമൺസിന്റെ തല അങ്ങ് വെട്ടുന്നു. ആ ഒരേ സമയം തന്നെ ആ 2 തലയും ആകാശത്തോട്ട് പറന്നു പോകുന്നു. ആ തല ഉരുണ്ട് ഒരേ സ്ഥലത്ത് വന്ന് വീഴുന്നു, അത് 2 സൈഡിൽ നിന്നും. ഇതെല്ലാം തന്നെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ടൺഗന്റെ ഭാര്യമാർ. ഇനോസു അവിടെ ബോധം കെട്ട് കിടക്കുന്നുണ്ട്. ഇനോസുവിനോട് സുമ പറയുന്നു, നമ്മൾ സാധിച്ചു, നമ്മൾ വിജയിച്ചു, നമ്മൾ അത് നേടി എന്നും പറഞ്ഞുകൊണ്ട് ഒച്ച വെച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ സമയം തന്നെ, ഹേ സുമ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് പറഞ്ഞ് മാക്കിയോ സുമയുടെ മണ്ടക്കിട്ട് കൊടുത്തു. എന്നാൽ ഇതേ സമയം തന്നെ ഇനോട്സ് പറയുന്നു, എല്ലാം അവസാനിച്ചോ, നമ്മൾ വിജയിച്ചോ, പക്ഷേ അവിടെ എന്തോ നടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് തീരുമ്പോഴേക്കും ടാൻജറോയുടെ ശരീരത്തിൽ ഇപ്പോൾ പോയിസൺ കയറിയിട്ടുണ്ടായിരുന്നു. ടാൻജറോക്ക് നന്നായിട്ട് ബ്രീത്ത് ചെയ്യാൻ സാധിക്കുന്നില്ല. ടാൻജറോക്ക് മരിക്കുന്ന പോലെ തോന്നുന്നു, തന്റെ കണ്ണടയുന്ന പോലെ തോന്നുന്നു, ചുറ്റുമുള്ളതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. എന്ന ടാൻജറോയുടെ മുമ്പിൽ കിടക്കുന്ന ടൺഗൺ വിളിച്ചു പറയുന്നു, എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. ടാൻജറോക്ക് അത് കേൾക്കുന്നില്ല. എന്തായിരിക്കും ടൺഗൺ പറയുന്നതെന്ന് പറഞ്ഞ് ടാൻജറോ ചിന്തിക്കുന്നു. പെട്ടെന്നാണ് ടൺഗൺ പറയുന്നത് ടാൻജറോ കേൾക്കുന്നത്. ഹേ ടാൻജറോ, ഇവിടെ നിന്ന് ഓട് എന്നും പറയുന്നു. നോക്കുന്ന സമയത്ത് തന്നെ ആ ഡീമൺ മരിക്കുന്നതിന് മുമ്പ് തന്റെ ബ്ലഡ് ഡീമൺ ആട്ടി യൂസ് ചെയ്ത് എല്ലാവരെയും കൊല്ലാൻ നോക്കുന്നു. ആ ഡീമന്റെ ശരീരം പൊട്ടിത്തെറിക്കുന്നു. ആ എന്റർടൈൻമെന്റ് ഡിസ്ട്രിക്ട് മൊത്തമായിട്ട് അങ്ങ് നശിക്കുന്നു, അങ്ങ് ഇല്ലാണ്ടാവുന്നു. അങ്ങനെ മൊത്തം പുക, ചുറ്റും തീകൾ. എന്ത് സംഭവിച്ചു എന്നറിയില്ല. ടാൻജറോക്കും ടൺഗണും എന്ത് പറ്റിയെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത ദിവസം വരാം. അതുവരെയും ബൈ.